ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹാപ്പി ന്യൂസ് ആണ്. ഇപ്പോൾ അറിയാലോ, എല്ലാവർക്കും PR കിട്ടാനുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ ജാനുവരി 30-ന് ഇറക്കിയിട്ടുള്ള 2 പുതിയ പാത്വേസിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കണേ. അപ്പോൾ അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാനാണ് വന്നിരിക്കണേ. അപ്പൊ എന്താ വെച്ചാൽ ഞാനൊരു ബുക്കിലൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങാം. പണ്ട് നമുക്ക് RNIP എന്നുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് പകരം 2 പുതിയ RCIP, FCIP എന്നുള്ള 2 പ്രോഗ്രാംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ RNIP എന്ന് പറഞ്ഞാൽ റൂറൽ നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒരു 2022-ൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പക്ഷെ അതിപ്പോ ഓഗസ്റ്റ് 2024-ല് അതിലുള്ള അപ്ലിക്കേഷൻ അവർ കംപ്ലീറ്റ്ലി വാങ്ങിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു, ഇനി എന്തെങ്കിലും അങ്ങനത്തെ പാത്വേസ് വരുമോ, അവർ തുറക്കുമോ എന്നുള്ളത്. അങ്ങനെ ഫൈനലി RCIP, FCIP അവർ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ RNIP റൂറൽ കമ്മ്യൂണിറ്റീസിലോട്ട് ആൾക്കാർക്ക് പോയി വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഈ RCIPയും FCIPയും കുറച്ചും കൂടെ സ്പെസിഫിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഞാൻ RCIPനെ കുറിച്ച് പറയാം, പിന്നെ ഞാൻ FCIPനെ കുറിച്ച് പറയാം. RCIPയിൽ തന്നെ എന്താണ് അത്, അതുപോലെ തന്നെ അതിന് ആരൊക്കെയാണ്, ഏതൊക്കെ കമ്മ്യൂണിറ്റീസ് ആണ് അതിൽ വരുന്നത്, അതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുവഴി നമുക്ക് എന്തൊക്കെ PR കിട്ടുമോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. RCIP എന്താണ്? റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാലോ, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യണത് സിറ്റികളിലായിരിക്കും. അപ്പൊ ഈ റൂറൽ കമ്മ്യൂണിറ്റീസിലോട്ട് ആൾക്കാർ കൂടുതൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പൊ നമുക്ക് സ്കിൽഡ് വർക്കർ ആണ്, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, അതുപോലെ അങ്ങനത്തെ കമ്മ്യൂണിറ്റീസിൽ പോയി നിൽക്കാൻ പറ്റും കുറച്ച് നാള് ഓക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കമ്മ്യൂണിറ്റീസിനെ ഇവര് ഓൾറെഡി അവരെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കമ്മ്യൂണിറ്റീസിൽ പോയി വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ബെനിഫിറ്റ് കിട്ടുക. അപ്പൊ ആദ്യം തന്നെ ഈ ഏതൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റീസ്? അപ്പൊ ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ജനുവരി 30-ന് ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് പ്രകാരം അവർ പറയുന്നത് ഒരു 14 കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഓൾ ഓവർ കാനഡ. അപ്പൊ ഈ സ്ഥലങ്ങളിലെ എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അവിടുത്തെ എംപ്ലോയേഴ്സ്, അതിപ്പോ ആരാണെന്നൊന്നും അവരിപ്പോ ഡീറ്റെയിൽസ് ഇട്ടിട്ടില്ല, ഏതൊക്കെ എംപ്ലോയേഴ്സ് ആണ് അതിൽ വരുന്നത് എന്നുള്ളത്. അപ്പൊ അവരുടെ ജോലി എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റീസിലെ എംപ്ലോയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലോക്കൽ എക്കോണമിക് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവര് IRCCയുടെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ PR-ന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അപ്പൊ ഇനി ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എലിജിബിൾ ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിലത്തെ എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ജോബ് ഓഫർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാത്വേ വഴി PR കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ക്രൈറ്റീരിയാസ് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എങ്കിലും ആ ഒരു നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന ഫീൽഡിൽ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റ് 3 ഇയേഴ്സിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ 1560 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം അറിയാലോ, ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിലെ എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഒരു ജോബ് ലെറ്റർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്നുള്ള ഒരു കാര്യമാണ്. അത് കിട്ടുന്നത് ഈ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷന്റെ കയ്യിൽ നിന്നാണ്. അത് നമുക്ക് ഉണ്ടായിരിക്കണം. കനേഡിയൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ജോലിയുടെ ടയർ അനുസരിച്ചിട്ടാണ്. അപ്പൊ അത് ഞാനിവിടെ കൊടുത്തേക്കാം ഏതൊക്കെയാണ് ടയർ എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ, അറ്റ്ലീസ്റ്റ് നമുക്കൊരു സെക്കൻഡറി സ്കൂള് അല്ലെങ്കിൽ അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ ഡിപ്ലോമയെങ്കിലും ഉണ്ടായിരിക്കണം എഡ്യൂക്കേഷൻ. അപ്പൊ അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇവിടെ വന്ന് പഠിച്ചവരായിരിക്കും കൂടുതലും. പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി പോയി നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എങ്കിലും നിൽക്കാനുള്ള ഒരു എമൗണ്ട്, അത് നമ്മുടെ ഫാമിലി അനുസരിച്ച്, ഇപ്പൊ നമ്മൾ ഒരാളാണെങ്കിൽ അവർക്ക് എത്ര എമൗണ്ട്, അതുപോലെ 2 പേരാണ് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെയും ക്രൈറ്റീരിയ ഞാൻ കൊടുത്തേക്കാം. അപ്പം അതും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് നമുക്ക് അവിടെ നമ്മൾ താമസിച്ചിരിക്കണം. റൂറൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കുറച്ചു കാലം താമസിച്ചിരിക്കണം ജോലി ചെയ്തിട്ട്. അപ്പൊ ഇനി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കാനഡയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും PR കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി വേ ആണ് ഇത്. കാരണം ഇവിടെ നമുക്ക് ജോലി ഓഫർ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു വിസ പെർമിറ്റിൽ നിൽക്കുന്ന സമയത്തായിരിക്കണം നിങ്ങൾ ഈ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഈ RCIPയുടെ കാര്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ PR കിട്ടുന്നവരെയും നിങ്ങൾക്ക് അങ്ങനെ ഒരു വാലിഡ് വിസ ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ RNIPനെ റീപ്ലേസ് ചെയ്തിട്ടാണോ ഈ RCIP പ്രോഗ്രാം വന്നിരിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അത് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. കാരണം RNIP ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റിൽ നിർത്തിയതാണ്. പക്ഷേ ഈ RCIP ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മാർക്ക് മില്ലർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ
ഈ ഒരു കാര്യം ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ ലോങ് ടേമിലോട്ട് കൊണ്ടുവരാം ഈ ഒരു പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് ആണിത്. റൂറൽ കമ്മ്യൂണിറ്റിയിൽ പോയി വർക്ക് ചെയ്യാം, അവിടെ പോയി താമസിക്കാൻ ഒരു കുഴപ്പമില്ല. അതുപോലെ അവർക്ക് വേണ്ട സ്കിൽഡ് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കാര്യത്തിലോട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് PR കിട്ടാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോഗ്രാംസ് എന്തിനാ കൊണ്ടുവരുന്നത്? നമുക്ക് ഈസി ആയിട്ട് PR കിട്ടാനല്ല, ആക്ച്വലി അവരുടെ ഒരു റൂറൽ കമ്മ്യൂണിറ്റീസിലോട്ടുള്ള ഷോർട്ടേജ് കുറയ്ക്കാനും അവിടുത്തെ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രോത്ത് നടക്കാനും കൂടുതൽ ആൾക്കാർ അവിടെ പോയി താമസിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പൈലറ്റ് പ്രോഗ്രാം എന്നൊക്കെ വിചാരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ അവര് മെയിൻ ആയിട്ട് ഒരു പ്രോഗ്രാം ആദ്യം തുടങ്ങി വെക്കും, എന്നിട്ട് അത് എങ്ങനെയാണ് അതിന്റെ ഒരു പോക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് പെർമനന്റ് ആക്കുവോ അതോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്യും. ഇപ്പൊ RNIP അവർ നിർത്തി വെച്ചിരിക്കുകയാണ്, പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ ഈ RCIP ചിലപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണെങ്കിലും നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. ഈ FCIP എന്താണ്? FCIP എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ആണ്. അപ്പൊ നമ്മൾ ഈ ഫ്രാങ്കോഫോൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അപ്പൊ നമ്മളായിരിക്കും നമുക്ക് എന്തിനാ, നമുക്ക് ഫ്രഞ്ച് അറിയില്ലല്ലോ എന്ന്. അതിലാണ് ഒരു പ്രത്യേകത. സാധാരണ ഫ്രാങ്കോഫോൺ പ്രോഗ്രാംസ് വരുമ്പോൾ ഇവര് കനേഡിയൻ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി 7 അതിന് മുകളിലോ ആണ് അവർ വെക്കാറ്. പക്ഷെ ഈ ഒരു പ്രോഗ്രാം FCIPക്ക് അവര് 5 അല്ലെങ്കിൽ അതിന് മുകളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രഞ്ച് അറിയുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, അതല്ല PR കിട്ടാൻ വേണ്ടി ഫ്രഞ്ച് പഠിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഈ FCIP. ഇനി ഇതിന്റെ കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്യൂബക്ക് അല്ലാത്ത വേറെ കമ്മ്യൂണിറ്റീസ്, ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് കാനഡയിൽ. അപ്പൊ അവിടുത്തെ ഒരു ലേബർ ഷോർട്ടേജ് കുറയ്ക്കുക, അവിടുത്തെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് FCIP കാനഡിയൻ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഫ്രഞ്ച് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂബക്ക് അല്ലാത്ത ഈ സിറ്റീസ് അത് ഏതൊക്കെയാന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം, ഏതൊക്കെ കമ്മ്യൂണിറ്റീസ് ആണെന്നുള്ളത്. അപ്പൊ ആ കമ്മ്യൂണിറ്റീസിൽ പോവാണെങ്കിൽ നമുക്ക് അവിടെ പോയി വർക്ക് ചെയ്യാം, നമുക്ക് അവിടെ പോയി നിൽക്കാം കുറച്ചു കാലം എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു PR കിട്ടാനുള്ള ഒരു പാത്വേ ആണ് FCIP. ഇനി ആരൊക്കെയാണ് ഇത് എലിജിബിൾ? അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ ആ കമ്മ്യൂണിറ്റീസിനും ഇതുപോലെ തന്നെ എംപ്ലോയേഴ്സിനെ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ആ എംപ്ലോയേഴ്സ് അവിടുത്തെ ലോക്കൽ എക്കോണമിക് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അവരും IRCCയും കൂടിയിട്ടാണ് ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു നമുക്കൊരു ജോബ് ഓഫർ ആ ഒരു എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് വേണം. ആ ഒരു ജോബ് ഓഫർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഈ ഒരു കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ഫ്രഞ്ചിൽ നമുക്ക് 5 അല്ലെങ്കിൽ അതിന് മുകളിൽ നമുക്ക് സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണം സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കമെൻഡേഷൻ ഫ്രം ലോക്കൽ എക്കോണമിക് ഡെവലപ്മെന്റൽ ഓർഗനൈസേഷൻ, നമ്മൾ RCIPയിൽ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്, നമ്മൾ ആ ഒരു വർഷം അവിടെ നിൽക്കാനുള്ള പൈസ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. പിന്നെ എഡ്യൂക്കേഷൻ ഇവർ പറയുന്നത് സെക്കൻഡറി സ്കൂൾ ഡിപ്ലോമയാണ്. പിന്നെ ഏതൊക്കെ കാര്യങ്ങൾ ഇങ്ങനത്തെ എംപ്ലോയേഴ്സിനൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറയുന്നത് അവർ കുറച്ച് ഈ ഒരു മാർച്ച് മുന്നേ അവർ ഇടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഡീറ്റെയിൽസും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഏതൊക്കെ എംപ്ലോയേഴ്സിന്റെ അടുത്താണ്, നമുക്ക് ഏതൊക്കെ സ്കിൽഡ് വർക്കേഴ്സിനാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ ഇതിൽ ഈ ഒരു RCIP അല്ലാതെ ഈ FCIPയുടെ പ്രധാന ബെനിഫിറ്റ് ആയിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് PR-ന് അപ്ലൈ ചെയ്യണ സമയത്ത് നമുക്ക് വാലിഡ് വിസ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്ക് പെർമിറ്റിന് കൂടെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പൊ വിസ തീരാനിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ അത് 2 വർഷത്തേക്കുള്ള വർക്ക് പെർമിറ്റ് വരെ അവർ കൊടുക്കുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് PR-ന്റെ പ്രോസസ്സ് നടത്തിയാൽ മതി. അതാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ഈ FCIPയുടെ പ്രധാനമായിട്ടുള്ള നമുക്കൊരു വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഈ വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോബ് ഓഫർ അവരുടെ അടുത്ത് നിന്ന് വേണം. പിന്നെ ആ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആ ഒരു ലോക്കൽ എക്കോണമിക് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ അടുത്ത് നിന്ന് വേണം. പിന്നെ ബാക്കി നമ്മൾ സാധാരണ വർക്ക് പെർമിറ്റിന് വേണ്ടി വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണോ ആ എല്ലാ കാര്യങ്ങളും ഇതിന്റെ കൂടെ എക്സ്ട്രാ വേണ്ടി വരും. ഇനി ഇതിൽ ഏതെങ്കിലുമൊക്കെ പുതിയ അപ്ഡേറ്റ്സ്, ലൈക്ക് ഇവരുടെ ഏതൊക്കെ ജോബാണ് അവർ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഏതൊക്കെ എംപ്ലോയേഴ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു മാർച്ചിൽ ഇടും എന്നാണ് പറയുന്നത്, RCIP ആയാലും FCIP ആയാലും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം PR കിട്ടാനുള്ള കാര്യത്തിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റുന്ന ഒരു ഫീൽഡാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാം. ഇതിലൂടെ PR കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടട്ടെ. അപ്പം ആർക്കെങ്കിലും ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ടുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഇടാം. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിലും ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ബൈ.